വൈകുന്നേരം 4 മണിക്കുള്ള പതിവ് ചായ കിട്ടാത്തതുകൊണ്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോഴാണ് ചായക്കുള്ള ചായക്കടി തയ്യാറാക്കാനുള്ള തിരക്കിലാണ് അമ്മി എന്ന് എനിക്ക് മനസ്സിലായത്. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് വൈകുന്നേരത്തെ ഉള്ളിവടക്കുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ മുറിച്ചിടുകയായിരുന്നു ഉള്ളിക്കാരി. അങ്ങനെ മുറിച്ചു വെച്ച ചുവന്ന ഉള്ളിയെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്ന തിരക്കിനിടയിലായിരുന്നു അമ്മ. അങ്ങനെ കുഴച്ചു വെച്ച ഉള്ളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി എന്നിവയൊക്കെ ഇട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച കറിവേപ്പില, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അതിനെ പിഴിഞ്ഞെടുത്തു. അമ്മേന്ന് ഉള്ളി വിളിക്കുന്ന ശബ്ദം വരെ എൻ്റെ ചെവി കേൾക്കുന്ന രീതിയിലായിരുന്നു അമ്മ അതിനെ കുഴച്ചെടുത്തു. അങ്ങനെ കുഴച്ച് വെച്ച ഉള്ളിയിലേക്ക് കുറച്ച് കടലപ്പൊടി, കുറച്ച് അരിപ്പൊടി ഇതൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആവശ്യാനുസരണം നല്ല രീതിയിൽ അമ്മ കുഴച്ചെടുത്ത് നമ്മൾ ഉള്ളിവടേൻ്റെ പരുവത്തിൽ ചൂടാനുള്ള പരുവത്തിൽ അങ്ങ് സെറ്റാക്കിയിട്ട് കുറച്ച് സമയം മാറ്റിയൊക്കെയാണ് ചെയ്തത്. നേരത്തെ കുഴച്ച് വെച്ച മാവിനെ വീണ്ടും ഒന്നുകൂടി എടുത്ത് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് അമ്മ ഉള്ളിവട ചൂടാനുള്ള തയ്യാറെടുപ്പിൽ. അതിനുവേണ്ടി ഗ്യാസിൽ നമ്മൾ നോൺ സ്റ്റിക്കും എണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്ത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച ഉള്ളിവടയുടെ മാവ് ആവശ്യാനുസരണം ഷേപ്പാക്കി തിളക്കുന്ന എണ്ണയിലേക്ക് ഇടുകയായിരുന്നു. അങ്ങനെ തിളക്കുന്ന എണ്ണയിൽ ഒരേ സമയം 5-6 ഉള്ളിവട അമ്മ ഒരേ സമയം തയ്യാറാക്കി. ഉണ്ടാക്കിയ ഉള്ളിവട കാണുന്നതിന് നല്ല മനോഹരമായിരുന്നു. നല്ല ചുവന്ന് തുടിക്കുന്ന നല്ല ഉള്ളിവട. അങ്ങനെ ഈ ഉള്ളിവടയ്ക്ക് സെറ്റായി തീർന്നപ്പോഴേക്കും നമ്മളെ കൂട്ടുകാരൊക്കെ വന്നായിരുന്നു. വാതിൽ തുറന്നപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെയുള്ള ഒരു ആനന്ദിനെയാണ് കാണാൻ സാധിച്ചത്. പിന്നീട് എല്ലാവരും റൂമിലേക്ക് കയറി വന്നു. ഇതിലൂട്ടനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇറ്റ്സ് എ എന്റർടൈൻമെന്റ് മൊമെന്റ് ആയിരുന്നു അവന്. ഞാനും ആനന്ദും ഇതിനൊക്കെ റൂമിലിരുന്ന് വർത്തമാനം പറയുന്ന സമയത്ത് അമ്മവും ജ്യോതിയും അമ്മയൊക്കെ അടുക്കളയിൽ അവരുടെ ലോകത്തായിരുന്നു. അടുക്കളയിലെ എരിയുന്ന തീയിൽ നിന്ന് തിളക്കുന്ന ചായ റെഡിയാകുന്ന സമയത്ത് നമ്മളെല്ലാവരും ഓരോരോ മൂലയിലായിരുന്നു. നിത്രൂടനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു, ആനന്ദാന്ന് മൊബൈലും നോക്കിയിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോരോ തിരക്കിലായിരുന്നു. അങ്ങനെ ചായയൊക്കെ റെഡിയായി വന്ന സമയത്തേക്ക് നമ്മളെല്ലാവരും ഹാളിൽ പ്രസൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല ഉള്ളിവട, നല്ല മിക്സർ, അതുപോലെ തന്നെ ചായയൊക്കെ റെഡിയായിരിക്കുകയാണ്. കൂട്ടുകാരുമൊത്ത് സമയം ചിലവിടുന്ന ആ നിമിഷങ്ങളെല്ലാം വളരെ മനോഹരമായിരുന്നു. എന്നും ഓർമ്മിക്കാനും എന്നും ആനന്ദിക്കാനും ഇന്ന് ഇതുപോലുള്ള ചില നിമിഷങ്ങൾ ജീവിതത്തിലുള്ളതാണ് എന്നും എല്ലാവർക്കും ഒരു മുതൽക്കൂട്ട്. ആനന്ദിൻ്റെ മുഖം ഇങ്ങനെ സന്തോഷം കൊണ്ടാണോ അല്ല ടേസ്റ്റ് കൊണ്ടാണോ എന്നും അറിയില്ല, ഇഷ്ടം കൊണ്ട് തന്നെ അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോരോ തിരക്കിലും നമ്മളത് അതിനിടയിൽ കളി കാണുന്ന തിരക്കിലായിരുന്നു. ഓക്കെ, നിദ്രൂട്ടൻ വന്നതിൽ പുറത്തെ കാറ്റും കൊണ്ട് നല്ല വിഷ്വൽസും കണ്ട് ആസ്വദിക്കാൻ. ഈച്ച് മൊമെൻറ്റ്സ് ഇൻ അവർ ലൈഫ് വുഡ് ബി ദ മെമ്മറബിൾ അല്ലേ? അങ്ങനെയാണെന്നല്ലോ ആരോ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഒടുവിൽ ഇന്നത്തെ സായന്തനം വളരെ മനോഹരമാക്കി അവർ യാത്ര പുറപ്പെടുകയാണ്. അതിനിടയിൽ നിദ്രൂട്ടൻ്റെ ലിഫ്റ്റിൻ്റെ ബട്ടൺ ആനന്ദ് ഞെക്കിയത് അവന് പേരെ പിടിച്ചിട്ടില്ലായിരുന്നു. ചായ കൊടുത്ത് മിക്സർ കൊടുത്തതൊക്കെ യൂട്യൂബിൽ